ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ ഓട്ടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഇപ്പൊ ഹൈവേയിലോട്ട് ഓട്ടിക്കാൻ പറ്റുമെന്ന് തീരെ വിചാരിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരാൾക്ക് ഉറക്കമൊന്നായിട്ട് ഉറക്കലാന്ന് ഉറക്കാൻ ഭയങ്കര പണിയാട്ടോ. അതിനോട്ട് എല്ലാരും നല്ല തിരക്കിലുള്ള ഒരു സ്ഥലത്താണ് ഇത്. അതെ, പക്ഷേ എങ്കിൽ പുള്ളി ഉറങ്ങിയാലും ഇരുന്നിട്ട് പോവാൻ കഴിയും. കാത്തിക്കല എല്ലാരും അതെ. നമ്മള് എല്ലാരും കൂടി ഒന്ന് കൊച്ചിയിലേക്ക് പോക്കാന്ന്. അപ്പൊ ഇവര് രണ്ടാളും അലൈനർ വന്നിട്ടുണ്ട്. പല്ലിന്റെ അലൈനർ വന്നിട്ടുണ്ട്. അനക്കിനി അത്രയുണ്ട്, 5-6 ഉണ്ടാവും. ഏകദേശം എത്ര മാസമായി പല്ലിന് കിട്ടിട്ട്? ഞാൻ 4 മാസമായി. 4 മാസം. ഋത്തിക്ക് 4 മാസം. അപ്പൊ മക്കളെല്ലാരും കൂടെ പോയിട്ട് പോയി. അമ്മ ഇപ്പം വരുന്നില്ല, പാട് ദൂരെ ആയതുകൊണ്ട് ഇറക്കി. പിന്നെ നമ്മള് എല്ലാ പ്രാവശ്യം നമ്മള് വണ്ടി ട്രെയിനിൽ അങ്ങനെയെല്ലാം പോകും. പക്ഷെ വണ്ടി എടുത്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ വെച്ചാല് നമുക്ക് വരുന്ന വഴിയെല്ലാം അങ്ങനെ പോകാനുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് വരാം. അപ്പോ 1-2 ദിവസം എടുക്കും. അപ്പൊ ഓട്ടണം കൊച്ചി വരാം. ഞാനിങ്ങനെ കൊച്ചിയിൽ ഓട്ടീനി 2-3 വട്ടം ഞാൻ വണ്ടി അങ്ങനെ ഓട്ടിപ്പോയിനി. അതാ കുറച്ചുകൂടെ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങള് വെറുതെ എനിക്ക് ലൈസൻസിലാക്കി തന്നിന് ആവശ്യത്തിനല്ലേ? അതെ അതെ. ഇപ്രാവശ്യം നല്ല റോഡായിരിക്കും അങ്ങോട്ട്. നമുക്ക് എന്തായാലും എടുക്കാലോ. അതെ, വരുന്നില്ലേ? നോക്ക് ഇയാളെ നോക്കണം. ഞങ്ങള് കയറുന്നൊരു പേരല്ലല്ലോ. നമുക്ക് പോയാലോ, വണ്ടി എടുത്ത് പോയാലോ? പോകുന്ന വഴിക്ക് ഉറങ്ങിക്കൊള്ളേ? നമ്മൾ ഓന് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കലാണേ. ഇനിയിപ്പോ ഒന്നും ഉറങ്ങുന്നു തോന്നുന്നില്ല. അനോ വിഷുവിനെ കൂടിയല്ലോ ഇട്ടു കേട്ടോ ഇന്ന് പോമോ. അപ്പൊ അങ്ങനെ നമ്മള് ഒന്ന് പോയിട്ട് കൊച്ചിയിലെ പോയിട്ട് വരണം. അങ്ങനെ പോകും നമ്മള്. നമ്മളിങ്ങനെ നല്ല തിരക്കില്ലാണ്ട് വെല്ല പോയിക്കോനെ കൈകടിയുമ്പോ മറ്റേ ഡ്രൈവറെടുക്ക കൊടുത്ത് ഓടിക്കിട്ട് കുറച്ച് അങ്ങനെ ഓടാനുണ്ട്. കുറച്ച് ഓടാനുണ്ട്. മറ്റേ വണ്ടിയിലാവുമ്പോ നമുക്ക് അത് ചിന്തിക്കണ്ട പോവേ വേണ്ടു. അത് സാറില്ല, സാവധാനം പോയാ മതി, തിരക്കണ്ട. ഏച്ചിയും അങ്കിലും ഉണ്ടാവുന്നുണ്ടോ? മക്കളിടെ ഉണ്ട്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, അവരുടെ ഉണ്ടല്ലോ. കൊച്ചി പോകുന്നുണ്ടോന്ന് അറിയില്ല. ചുരിദാർ നല്ല കാണുന്നു. വെള്ളം ഉണ്ടാ പോടാ. പോവാ. അമ്മ എങ്ങനെയുണ്ട്? താഴേക്ക് നിൽക്കോ ഇതിന് എളുപ്പത്തിന് വേണ്ടിട്ട്. എങ്ങനെയുണ്ട് പാന്റ്? പകുതിക്ക് പാന്റ് നനയൊന്നുമില്ലല്ലോ. രസമുണ്ടല്ലേ? രസമുണ്ട്. അടിപൊളിയാ. ഇസിക്കിന് വർക്ക് പോയാ? നല്ല വെള്ളം കുടിക്കാണ്ട് സാവധാനം നിന്നിട്ട് അങ്ങനെ വല്ല പോയാൽ മതി. ശരി. നമ്മളിവിടെ പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് പണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇവന് എനിക്ക് ഓടി നടക്കണം. അപ്പൊ ഈ വണ്ടിയെല്ലാം പോകുമ്പോന്ന് പറഞ്ഞാല് പിടിച്ചു കെട്ടിയ പോലെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മള് യാത്ര ചെയ്ത് അതെ കൊയിലാണ്ടി എത്തിയട്ടാ. പോകുന്ന വഴിക്ക് നമ്മള് മനീഷ് വിഷ്ണു അവരെ വീട്ടില് ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. നല്ല വെയിലല്ലേ? സ്വീകരണ കേന്ദ്രം അങ്ങനെ പോവാച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഈടുന്നല്ലേ അമ്മ പാവേനെയും കണ്ടിട്ട് പോവാം. വാവേനെ കണ്ടില്ല. വാവയായില്ല. പാവേല്ല, ഓളെ വാവേന്നല്ലേ വിളിക്കല്. ഓ ശരി. അതെ. അല്ല ഇതാണല്ലോ കണ്ടിട്ടില്ല. അതെ, അന്നേ കാണാൻ. ഇപ്പൊ 7 മാസം ബാക്കിൽ 2 തകൃതിയായിട്ട് ഋഷിക്ക് ഇത്രയും നേരം ഉറങ്ങലേ. നമ്മൾ ആദ്യ സ്വീകരണ കേന്ദ്രമായ മനീഷിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 2 മാസം വരാന്ന് പറഞ്ഞ ആൾക്കാരാണ്. 2 മാസം എന്നുള്ളത് ചെറിയൊരു മാറ്റമുണ്ട്. എത്ര മാസമായി? അയ്യോ ഇതെന്നാ അമ്മ നല്ലോണം മെലിഞ്ഞ കേട്ടാ ചക്ക. മെലിഞ്ഞ. ഹായ്. പെങ്ങളെ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടില്ല. ഇന്ന് ഇന്ന് എന്തിനാ വിശേഷം? മാറിപ്പോ അല്ലേ? എല്ലാം മാറിപ്പോ.
നമ്മള് അന്നേരം 2 മാസം നമ്മള് പറഞ്ഞല്ലേ അമ്മക്കും വരണമെന്നുണ്ടേനെ അമ്മയും വരണമെന്നുണ്ടേനെ പക്ഷെങ്കില് ഇപ്പൊ നമ്മള് കുറച്ച് ദൂരെ പോന്നല്ലേ നെക്സ്റ്റ് ടൈം നമ്മള് കുട്ടീനെ കാണാൻ വേണ്ടിട്ട് അമ്മേനെയും കൂട്ടി തണുപ്പ് കുടിക്കല്ലോ ഇത് കാണുമ്പോ എങ്ങനെ കുടിക്കാനൊക്കെ കളിപ്പാട്ടങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഏത് കയ്യിലാന്ന് പറഞ്ഞാല് ഞാൻ പറയാം. ഈ കയ്യില് ഓ അമ്മ നമ്മൾ ഇറങ്ങട്ടെ. ആ നമ്മളൊന്നും പറയാണ്ട് അങ്ങനെ പെട്ടെന്ന് കയറി വന്നതാണ്. അടുത്ത പ്രാവശ്യം വരും വരെ ഇത് അത്രയും പറയാൻ വേണ്ടിയില്ല. വീട്ടിൽ കൂടുതൽ കഴിഞ്ഞാൽ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് അങ്ങനെ വന്നെയാണ്. അപ്പൊ നമ്മളങ്ങനെ വന്ന് ഇറങ്ങുവന്ന്. ഇനി നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ പോയിട്ട് അങ്ങനെ അങ്ങനെ. എന്നാ ശരി, ബായ്. ഇന്നിങ്ങനെ നോക്കുന്നു എന്റെ വീട് കണ്ട എപ്പ ഇങ്ങനെ എന്തുകൊണ്ട് എന്നറിയില്ല. നമ്മള് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വണ്ടിയിൽ വെച്ചോണ്ട് ഇങ്ങനെ നന്നായി ഒരു കഷ്ണം ഇങ്ങനെ മറ്റേ കഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് അടങ്ങാണ്ട് കൊയില്ലെങ്കിൽ അമ്മ 2 മണി നമുക്കിപ്പം വിശക്കുന്നില്ല. എന്തുകൊണ്ട് ഇതെല്ലാം തിന്നുന്നുണ്ട്. ആരാ വണ്ടി വൃത്തിയാക്കുക അടുക്കളയിൽ പറയുമ്പോ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. അടുക്കളയിൽ വൃത്തിയാക്കുന്നല്ലേ? അടുക്കളയിൽ മാത്രല്ല, വീട് മൊത്തം നിങ്ങൾ വൃത്തികേടാക്കുമ്പോ വൃത്തിയാക്കുന്ന നമ്മളിരിക്കുന്ന ഒരു കാറിന്റെ വണ്ടി വൃത്തിയാക്കരുത്. വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസ് കൊണ്ടുപോയി കൊടുത്താൽ അവര് വൃത്തിയാക്കി തരും. വീട് കൊണ്ടുപോയി ആരോർക്കും വൃത്തിയാക്കിക്കാൻ കഴിയില്ല. ഒന്നുമില്ല, ചെറിയൊരു ഒരു കഷ്ണം പേരൊക്കെ സമയമായിട്ട് മാമനോട് ഒന്നും ഇതെല്ലാം തുപ്പുന്നെന്ന് പറയുമ്പോ എല്ലാം ഞാൻ പോയിട്ട് വൃത്തിയാക്കണ്ടേ. വേറെ വേസ്റ്റ് സഞ്ചി വാങ്ങിനി. അതെ, പേർക്കേന് തോല് വരെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ അതിലിടുക. കുറച്ച് പണിയാണ് നമുക്ക് ഓട്ടിയിൽ പോയി. ഞാൻ കുറേ ഇങ്ങോട്ട് ദൂരത്തോളം ഓടാതെ. ഇന്ന് നമ്മള് ഭക്ഷണം കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടാണല്ലോ ഫുഡിന്റെ സെന്റർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മളൊരു വനിതാ ഹോട്ടല് എല്ലാരും ഉണ്ട് കേട്ടാ. വനിതാ ഹോട്ടലാണ്. മാവേനെ അവര് നോക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കഴിക്കായിരുന്നിട്ടേ ഉള്ളേ. എത്തിക്കാൻ വിശന്ന് വേണം ഇല്ല. അച്ചാറ്, കടല മിഠായി നമ്മളവിടെ അഭ്യർത്ഥിക്കട്ട. അപ്പൊ ഞാൻ അഭ്യർത്ഥിച്ചിട്ട് പറയുമ്പോ അവരെന്നെ നോക്കുക. അഭ്യർത്ഥിക്കട്ടെ, ഭയങ്കര പാടല്ലേ അല്ലേ പറയാ. ഇപ്പൊ നമ്മള് വരുമ്പോ ഇങ്ങനെ ഫുഡ് കഴിച്ച സ്ഥലം എന്ന് പറഞ്ഞാല് പന്തിരങ്ങാവ് ടോൾ പ്ലാസ കഴിഞ്ഞപാട് അവരെ ഭക്ഷണം തിന്നേണ്ട നാടൻ ഊണ്. അപ്പൊ ഇവര് പറഞ്ഞൊന്നും വീഡിയോ പറയണേ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് മലപ്പുറം കഴിഞ്ഞ് നമ്മൾ ഡ്രൈവറിൽ മാറിയിനി കേറി ഇങ്ങനെയാ ഹൈവേയിൽ ആദ്യമായിട്ടാ ഓട്ടുന്നിട്ട് ആ ഒരു ചമ്മലാ. അല്ല ഒരു പെരയും അതെല്ലാം ശരിക്കും നോക്കണം. സെന്ററൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് മിനിമം സ്പീഡ് പോകേണ്ട ഇതാണിത്. സ്പീഡ് പോകണം, നടുക്കാമോ നല്ല സ്പീഡ് പോകണം, ഓവർടേക്ക് ചെയ്യാൻ വലത്തോത്തേക്ക്, ലെഫ്റ്റ് ആകുമ്പോൾ സ്ലോലി. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. എന്തായാലും ഭയങ്കര സന്തോഷം. അങ്ങനെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ സഹായിക്കാൻ എടുക്കാന്നെല്ലാം പറഞ്ഞ്. പക്ഷേ ഞാൻ വിചാരിച്ച് എടുക്കൊന്നുമില്ല. പക്ഷേ കൊണ്ട എന്നിട്ട് വേഗം മേടിച്ച് ഓടിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇവിടെയാണ് നമുക്ക് ഹൈവേയിലാണ് നമുക്ക് കണ്ണുവേണ്ടത് കേട്ടാ. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ നല്ല റോഡല്ലേ, ഇഷ്ടംപോലെ റോഡാണ്, പായിച്ച് നല്ല സുഖം. പക്ഷെ എല്ലാ വണ്ടിയും സ്പീഡ് പോകുന്നല്ലേ, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കാൻ കഴിയില്ല, നോക്കിട്ടേ ആക്കാൻ കഴിയില്ല. ഓഫ് ഇല്ല ആളായിപ്പോയി. നമ്മള് മലപ്പുറം എങ്ങനെ പൊന്നാനി എങ്ങനെ എത്തിയേട്ടാ. എങ്ങനെയുണ്ട് നമ്മളെ ഹൈവേയിലോട്ട് ഓടുമ്പോൾ എക്സ്പീരിയൻസ്?
അടിപൊളിയാ? ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരു വണ്ടി ഇങ്ങനെ ഓട്ടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഇപ്പൊ ഹൈവേയിലോട്ട് ഓട്ടിക്കാൻ പറ്റുമെന്ന് തീരെ വിചാരിച്ചിട്ടില്ല. അപ്പൊ പിന്നെല്ലാം കാരണം അയ്യോ അല്ല ഒരു ഡ്രൈവറാക്കി. ഇപ്പൊ മനസ്സിലായി ബിജുവാട്ടനൊക്കെ ഉപകാരത്തിനെത്തിയില്ലേ ഞാൻ കണ്ടാ. ഇങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ് ചേട്ടാ. പോരാലേ. നെഞ്ചിടിപ്പിന്റെ താളത്തുടിപ്പിൽ പാടാം ഞാൻ. നീ ആടെ നോട്ട് മനക്ക് കിടന്ന് അടിക്കുന്നേ. ഓരോ വണ്ടീനടിക്കലെത്തുമ്പോ ഞാൻ ഇടുന്ന ചവിട്ട് വന്നാ ചവിട്ടോ ഞാൻ ബ്രേക്ക് ഔട്ട് വന്നു. ഋഷിക്ക് ഉറങ്ങുന്നുണ്ടാ, അതുകൊണ്ടാണ് ഓട്ടാൻ പറ്റിയത്. ഋഷിക്ക് എണീച്ചാ പിന്നെ ഒന്നും നടക്കൂല. അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ എനിക്കൊരു ഇതായല്ലോ. ടോൾ ബൂത്തിന്റെ ലൂട്ടിയും പോയല്ലേ. മൂന്നാമത്തെ ടോളാട്ടോ കണ്ടുവരുന്നത്. ഇത് വിട്ടതിന് ശേഷം മൂന്നാമത്തെ ടോളാണ്. മൂന്നാമത്തെ ടോളാണ്. അതെ, ഒന്ന് കണ്ണൂരിൽ നടന്ന് ശേഷം ഒന്ന് ഇത് മൂന്നാമത്തെ. കൊച്ചിയിലെത്തി നമുക്ക് എത്ര ടോൾ ഉണ്ട് നോക്കാല. എന്താ പറയാ, നല്ല സന്തോഷമുണ്ട്. സങ്കടമില്ല, സന്തോഷമുണ്ട്. എന്താ വെച്ചല്ലേ, അല്ല ഞാൻ വിചാരിച്ചു ഇവള് വണ്ടി എടുക്കാറ്. ഞാൻ ഇങ്ങനെ ഹൈവേലോട്ടിലെടുക്കൽ കുറച്ച് അങ്ങനെയാണല്ലോ. എന്നാലും ഇവള് ഇങ്ങനെ നമ്മള് പറഞ്ഞ പോലെ തന്നെ എല്ലാ വണ്ടിയിലും പാസ്സാക്കി പോകുന്നത്. അപ്പൊ കുറച്ച് നമുക്ക് എന്താ കൂടുതൽ കാര്യം ചെയ്യാൻ ഇങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ട്. ചവിട്ടെല്ലാം നോക്കുന്നുണ്ട് ഞാൻ. പക്ഷെ അവള് നല്ല ഇതായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പൊ നല്ല സന്തോഷമുണ്ട്. നമ്മള് ആടുന്ന് അതേ ഒരു ബൈക്ക് ഓട്ടാൻ പഠിച്ചത് നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത്. നമ്മൾ ഒളിന്ത ട്രിപ്പ് പോകുന്ന സമയത്ത് കവി ഇവിടുന്ന് ചെറുങ്ങനെ ബൈക്ക് ഓട്ടോ. ബൈക്ക് എടുത്തിട്ട് അന്നേന് മുമ്പ് ഞാൻ കുറച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം ചാനലിൽ വീഡിയോ ഇട്ടത് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു 3-4 എപ്പിസോഡ് കഴിഞ്ഞ പാടെ ഇട്ട വീഡിയോ ഇവിടെ പഠിപ്പിക്കുന്നതാണ്. നമ്മളിങ്ങനെ ബൈക്ക് കയറാൻ നോക്കുന്നതും വീഴാൻ നോക്കുന്നതിലായിട്ടുള്ള വീഡിയോ. പിന്നെ നമ്മൾ അങ്ങനെ വന്നിട്ട് കുറച്ച് ഇതായി കേട്ടാ, ട്രൈ ആയി. അങ്ങനെ ഓടിച്ച് വരുന്നതല്ല, ക്ഷീണം പിടിച്ച് തുടങ്ങി. വണ്ടി കുറേ സമയം വരുന്നതിന് അങ്ങനെയാണല്ലോ. അപ്പോൾ അന്നേരം അത് ആ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് കവി എന്താക്കി മെല്ലെ മെല്ലെ ഉരുട്ടോ അങ്കിതിനെല്ലാം കൂട്ടിയിട്ട് മെല്ലെ ഉരുട്ടോ പരിപാടിയെല്ലാം ചെയ്ത് ഞാൻ വന്നതിന് ശേഷം കവീന നമ്മളാടിയിൽ ഒരു വലിയ പറമ്പത്ത് കൊണ്ടുപോയിട്ട് എട്ട് പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ആ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ, അത് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. അങ്ങനെ ആ വീഡിയോയിലോട്ട് നമ്മളിവിടെ ഫസ്റ്റ് അത് നല്ലോണം 8 വരെ ഞാൻ പഠിപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഇവള് കാറിൽ കാർ ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കാറിൽ വന്നു. കാറ് വന്നിട്ട് ഇപ്പൊ ഇവളിപ്പോ JCB ഇറ്റാച്ചി എല്ലാം നമ്മള് വീഡിയോ ഇട്ടിന് ഒന്ന് ഓട്ടി നോക്കാനൊരു പൂതിയാ നോക്ക്. നല്ല തന്നെ, നല്ലൊരു പൂതിയാണ്. അപ്പൊ ഞാനും ഇങ്ങനെ ഇതുപോലെ തന്നെയായിരുന്നു പണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി ഇപ്പൊ ഹൈവേയിലോട്ട് ഇങ്ങനെ എന്റെ കൂടെ ഓടിച്ചു തുടങ്ങി. സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാത്തിന്റെ അത് മാത്രല്ല, നമ്മളിതിങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പോകാനും വരാനും ഉണ്ടാക്കിയ നമ്മളെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരാണ്. അപ്പൊ ഞാനങ്ങനെ ആക്കിയാലും എനിക്ക് ഇങ്ങനെ പോകാനൊരു സാഹചര്യം ഉണ്ടായത് നമ്മളെല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ്. അപ്പൊ നമ്മളൊരു നന്ദിയും കടപ്പാടും നമ്മളെല്ലാവരും നിങ്ങളുടെ അടുത്താണ് എൻ്റെ. അപ്പൊ നമ്മള് മനസ്സിൽ ഇതാകുന്നത് ഇങ്ങനെ മുഖവും ഇങ്ങനെ ഒക്കെ എങ്ങനെ അതാ ഇതേപോലെ ഓടിക്കും കേട്ടാ. അങ്ങനെ നമ്മൾ ഓടി എത്തിയത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ. അതെ, അതാദ്യമായിരുന്നു. നമ്മളെ മുമ്പ് വന്നിരുന്നു അമ്മയെല്ലാം കൂടി പണ്ട് ടൂർ. നമ്മളിങ്ങനെ വരും. അങ്ങനെ നമ്മള് വന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറി തിരക്കൊന്നും ഇല്ലാണ്ട് എന്താ പറയണ്ട ഇതായിട്ട് തൊഴുതു കഴിഞ്ഞു. നമ്മളെ കൊറേ കുടുംബത്തിലെ ആൾക്കാർ അറിയണ്ടേരും, എല്ലാവരും കാണാൻ പറ്റില്ല. കൊറേ പേര് നമ്മളെ നാട്ടിലുള്ള കൊറേ പേരുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം നിന്ന് തിരിച്ച് ഇവിടുന്ന് പോകുന്നു. നമ്മളിനി ഇപ്പം ഇങ്ങനെ പോയിട്ട് കൊച്ചിയിലേക്ക് ഇപ്പുറത്തേക്ക് അമ്പലം ഇവിടുന്ന് വെടിവഴിപാടെല്ലാം ഉണ്ട് കേട്ടോ. മുമ്പ് ശബരിമലക്ക് പോകുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊറേ കാലം മുമ്പാ. ഭയങ്കര തിരക്കുള്ള സമയം. നമ്മൾ ഓടി കൊച്ചിയിലെത്തി. കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ലുലു മാളല്ല, കൊച്ചിയിലത്തേക്കും കൂടെ നല്ല ബ്ലോക്ക് ആയി കേട്ടോ. ഓ ലുലു മാൾ ഇവിടെ തന്നെ അല്ലേ? ലുലു മാൾ ഇവിടെയല്ലേ? ആ അത് ശരിയാട്ടാ. ഇവിടെ നമ്മള് ലുലു മാളിലേക്ക് എത്തിയാ?
എടാ ഞാൻ വിചാരിച്ച് ഓരോ 15 കിലോമീറ്റർ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് കൊച്ചിയിലെത്തിയേട്ടാ. എന്നാ വാവേ സന്തോഷത്തിലുള്ളത് കൊച്ചി എത്തി ലേറ്റ് ആയി കേട്ടാ. നമ്മള് ആടിയെല്ലാം നിർത്തി മെല്ലെ മെല്ലെ വന്നിന്. അതുകൊണ്ട് കൊച്ചിയിലെത്തുമ്പോഴേക്ക് സമയം ഏകദേശം 7 മണിയായി. നമ്മള് രാവിലെ 10 മണിക്ക് വിട്ടിയാണ്, ഇപ്പൊ 7 മണിയായി. പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറഞ്ഞ പോലെ നമ്മള് കൊച്ചിയിലേക്ക് പതിയെ എത്തി. അങ്ങനെ നമ്മള് കൊച്ചിയിലെത്തിയിട്ടില്ലേ, നമ്മൾ ശരിക്കും നട്ടം തിരിഞ്ഞു കേട്ടാ. ഇവിടെ നമ്മള് പരിചയമില്ല. ഒരു റോഡ് അങ്ങോട്ട് കയറിയിട്ട് റോഡൊന്ന് തെറ്റിയേന് എല്ലാമേ തിരിയുന്നുണ്ട്, പക്ഷെ ചിലത് തിരിയില്ല. വിഷമായിപ്പോയി എന്ന് പറഞ്ഞാൽ വെച്ചല്ലേ, ഇവിടെ വന്ന് നോക്കുമ്പോ നമ്മളിങ്ങനെ തെറ്റിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മളവിടെ ഒരു ക്യാമറ ഉണ്ട്, നമ്മളൊരു ക്യാമറ നോക്കണ്ടേ. നമ്മൾ വീഡിയോ ഈ ഷോർട്ട് ഫിലിമെല്ലാം എടുക്കാൻ വേണ്ടി നമ്മളെ ചതിച്ചും ഇനി ക്യാമറേൻ്റെ ഒക്കെ എല്ലാം ഇതാക്കാന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ ക്യാമറ അവിടെ നിന്ന് മേടിക്കാൻ തന്നെ. ഇത് ക്യാമറ അല്ല, ഒറിജിനൽ മേടിച്ചല്ല. ഇതവര് നമുക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞു കുറച്ച് ദിവസം ഒന്ന് ഉപയോഗിച്ച് നോക്ക് ബ്രോ, പുതിയതായിട്ടൊന്ന് എടുത്തിട്ട് പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് അവരൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി 3-4 ദിവസം നമ്മൾ ഉണ്ടല്ലോ, 2-3 ദിവസം. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ കേട്ടോ. ഇത് മേടിക്കാൻ വേണ്ടി നമ്മൾ പോയി. Canon Mark 6 Canon Mark 3 Canon Canon Mark R3. വാവേ മാനം കത്ത് Canon Mark R3 കേട്ടോ. R3 Mark R3. അപ്പോൾ ആ ക്യാമറ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി പുള്ളി എനിക്ക് തന്നു. അത് ഏവിൽ നിന്ന് അവൻ്റെ പുള്ളീൻ്റെ പേര് അവൻ തന്നു. ഞാനത് മേടിച്ചിട്ടില്ല. തിരിച്ചു വരുമ്പോഴേക്ക് ചെറുങ്ങനെ ഒന്ന് വഴിതെറ്റിപ്പോയി. ഒന്ന് കടക്കണ്ട, കുറച്ച് മുന്നോട്ടായി നോക്കുമ്പോൾ പിന്നെ ആ ഫ്ലൈ ഓവർ തേച്ചു. അങ്ങനെ 1/4 മണിക്കൂർ 10 മിനിറ്റ് തന്നെ. ശരിക്കും പറഞ്ഞാലേ നമ്മളിവിടെ 7 മണിക്ക് എത്തി. ഇപ്പോൾ 8:40 സമയം. 1.25 മണിക്കൂറായി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അപ്പുറം കടത്തിരിക്കാൻ തെറ്റുന്ന ഇതിൻ്റെ അകത്ത് വെച്ച് തിരിയുന്നതിന് എന്താ അങ്ങനെ പെട്ട് നമ്മള് എന്താ പറയാ ഒരു സ്ഥലത്ത് സൈഡ് എടുത്ത് ഞാൻ പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ തന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ വീട് കൂടിയാണ്. ഇപ്പം എന്നെ അവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്. നമ്മൾ സ്ഥാനം മണിക്ക് വെച്ചിട്ട് നിർത്തുക. അപ്പോൾ അടിപൊളിയില്ല. നമ്മൾ നിർത്താൻ നോക്കുമ്പോൾ കൂടി നിർത്താൻ പെടുന്നില്ല. നിർത്താൻ നോക്കും അങ്ങോട്ടങ്ങോട്ട് വണ്ടി വേഗം ഓൺ അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അറിയാത്ത സ്ഥലത്ത്, അതായത് നമുക്ക് വന്നിട്ട് പരിചയമുണ്ട്, വണ്ടിയൊന്നും കൊണ്ട് ഞാൻ ഓടിച്ച് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ രാവിലെ വണ്ടി വിട്ടതാണ്. 10 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ സമയം 8:30 മണിയായി. 8:30 മണി വരെ ഞാൻ നാട്ടിൽ നിന്ന് വണ്ടി 6 മണിക്ക് വണ്ടി ഓട്ടി തുടങ്ങിയാൽ രാത്രി വരെ ബസ് ഓടുന്ന ആളാണ്. പക്ഷെ ഞാൻ ആടുന്ന് നിർത്തിയേക്കൊന്ന് നോക്കുമ്പോഴേ നിർത്തി ബസ് നിർത്തിയിരുത്തിട്ടേ പോക്ക്. അപ്പോൾ അങ്ങനെ നമ്മളിലെ കോലങ്കാലം തിരിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിട്ടാ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്, അവിടെ പോയി ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് പോയി നോക്കാം.